എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ പല കുട്ടികളും ഒഴിവാക്കി കളയുന്ന ഒരു കാര്യമാണ് ന്യൂസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഏകദേശം 6 മാർക്കിനോളം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ന്യൂസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ആ ന്യൂസ് റിപ്പോർട്ടിംഗ് എങ്ങനെയാണ്, എന്തൊക്കെയാണ്, എവിടെയാണ് നമുക്ക് തെറ്റുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പം ഈ ന്യൂസ് റിപ്പോർട്ട് പഠിക്കാനായിട്ട് നമ്മൾ നമ്മുടെ ഇംഗ്ലീഷിലെ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്ന പാഠഭാഗത്തിലെ നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് നോക്കാം. ടെക്സസ് സ്കൂൾ കണ്ടക്റ്റഡ് എ ഗ്രാൻഡ് സെറിമണി ഫോർ പ്രസന്റിംഗ് ദി സ്കോളർഷിപ്പ് ജാക്കറ്റ്. പ്രിപ്പയർ എ ന്യൂസ് റിപ്പോർട്ട് ഓഫ് ദ ഫംഗ്ഷൻ. അതായത് നമുക്കറിയാം മാർത്തയ്ക്കാണ് ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടുന്നത്. അങ്ങനെ മാർത്തയ്ക്ക് ഈ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കുന്ന സന്ദർഭത്തിലുള്ള ആ കൊടുത്തു കഴിഞ്ഞിട്ടാകുമ്പോഴുള്ള ന്യൂസ് റിപ്പോർട്ട് എഴുതാനാണ് ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ന്യൂസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് വെറും ഈ ഒരു ചോദ്യത്തിന് മാത്രമുള്ള ഉത്തരമായിട്ട് നിങ്ങൾ കാണരുത്. എങ്ങനെയുള്ള ന്യൂസ് റിപ്പോർട്ടോ ആയിക്കോട്ടെ നിങ്ങളോട് ചോദിക്കുന്നത്, അതിനൊക്കെ ഈ ഒരു വീഡിയോയിൽ പറയുന്ന രീതിയിൽ നിങ്ങൾ ഉത്തരം എഴുതി വെച്ചാൽ മതി. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓരോ വീഡിയോസ് കാണുമ്പോഴും ഞാൻ പ്രത്യേകം പറയുകയാണ്, ഇപ്പം ഡയറി റൈറ്റിംഗ് ആയാലും ലെറ്റർ റൈറ്റിംഗ് ആയാലും അങ്ങനെയുള്ള വീഡിയോസിലൊക്കെ നിങ്ങൾ ഡയറി റൈറ്റിങ്ങിൻ്റെ വീഡിയോയിൽ ആ ഒരു ഡയറി നിങ്ങൾ ബൈഹാർട്ട് പഠിക്കുകയല്ലേ വേണ്ടത്. ലെറ്റർ റൈറ്റിങ്ങിൻ്റെ വീഡിയോയിൽ ആ ഒരു തന്നിരിക്കുന്ന എക്സാമ്പിൾ ആയിട്ടുള്ള ലെറ്റർ ബൈഹാർട്ട് പഠിക്കുകയല്ലേ വേണ്ടത്. ഈ ഒരു ന്യൂസ് റിപ്പോർട്ടിൻ്റെ വീഡിയോയിൽ ഈ ഒരു ന്യൂസ് റിപ്പോർട്ട് ബൈഹാർട്ട് പഠിക്കുകയല്ല വേണ്ടത്. പകരം അതെങ്ങനെയാണ് എഴുതുന്നത്, ഏത് ചോദ്യം വന്നാലും നമുക്കതിന് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പം അതിൻ്റെ ആ ഫോർമാറ്റാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഈ ഒരു ന്യൂസ് റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അതെങ്ങനെ എഴുതണമെന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, ഏത് രീതിയിലാണ് എഴുതേണ്ടത് എന്നുകൂടി നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കി വെക്കണം. ഓക്കെ ആണ്. സോ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് എല്ലാവർക്കും ന്യൂസ് റിപ്പോർട്ട് ഏത് ചോദ്യത്തിനുള്ള ഉത്തരവും നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. സോ ഒരു ന്യൂസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നലെ നടന്ന കാര്യങ്ങളാണ് ഇന്ന് രാവിലെ നമുക്ക് പത്രത്തിൽ വായിക്കാൻ വേണ്ടി പറ്റുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ന്യൂസ് റിപ്പോർട്ട് എഴുതുമ്പോൾ എപ്പോഴും പാസ്റ്റ് ടെൻസിലായിരിക്കണം എഴുതാൻ വേണ്ടിയിട്ട്. കാരണം ഓൾറെഡി നടന്നു കഴിഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പാസ്റ്റ് ടെൻസിൽ വേണം എഴുതണം. ഓക്കെ, അപ്പം ഒരു ന്യൂസ് റിപ്പോർട്ടിലെ ഹെഡിങ് ഉണ്ടായിരിക്കണം. ഹെഡിങ് എന്ന് പറഞ്ഞാൽ വളരെ ക്യാച്ചി ആയിട്ടുള്ള ഈ ഒരു ഇൻസിഡൻറ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഹെഡിങ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഓക്കെ, ആ ഹെഡിങ്ങിന് അണ്ടർലൈനോ അല്ലെങ്കിൽ ഭംഗി കൂട്ടുന്ന അലങ്കാര പണികളോ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഹെഡിങ് എഴുതി വെക്കുക. അതിനു മുമ്പേ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ എന്ത് ചെയ്യുക, പെൻസിലും സ്കെയിലും ഉപയോഗിച്ചുകൊണ്ട് ഒരു ബോക്സ് വരയ്ക്കുക. ആ ബോക്സിനുള്ളിൽ മാത്രം ഈ ന്യൂസ് റിപ്പോർട്ട് എഴുതുക. കാരണം മറ്റൊന്നുമല്ല, എല്ലാ കുട്ടികളും തൻ്റെ ഉത്തരങ്ങൾ ഏറ്റവും മികച്ചതാക്കാനാണ് ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ മറ്റുള്ള കുട്ടികളിൽ നിന്ന് നമ്മുടെ ഉത്തരം കുറച്ചും കൂടി ഒന്ന് എടുത്ത് ഒരു മുൻപന്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, അല്ലെ? ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുമൊക്കെ മാർക്ക് തരുന്നതിൽ ടീച്ചർമാരെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം നല്ലൊരു വൃത്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പെൻസിലും സ്കെയിലും ഉപയോഗിച്ചുകൊണ്ട് ഒരു ബോക്സ് വരയ്ക്കുക. ആ ബോക്സിനുള്ളിൽ മുകളിലായിട്ട് സെൻട്രലായിട്ട് എന്താണോ നിങ്ങളോട് ഏതിനെ പറ്റിയിട്ടാണോ ന്യൂസ് റിപ്പോർട്ട് ചോദിച്ചിരിക്കുന്നത് ആ ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്യാച്ചി ആയിട്ടുള്ള ഹെഡിങ് കൊടുക്കുക. ഓക്കെയാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഹെഡിങ് നിങ്ങൾ നോക്കുക. ടെക്സസ് സ്കൂൾ ഹോസ്റ്റ് പ്രസ്റ്റീജിയസ് സ്കോളർഷിപ്പ് ജാക്കറ്റ് സെറിമണി. അതായത് ടെക്സസ് സ്കൂള് സ്കോളർഷിപ്പ് ജാക്കറ്റ് സെറിമണി നടത്തുകയാണ് എന്നൊക്കെ പറയാണ്. ഓക്കെ, ഇതിനെക്കാട്ടിൽ അതിമനോഹരമായിട്ടുള്ള നമുക്ക് നമ്മുടെ ഭാവനക്കനുസരിച്ചിട്ടുള്ള ആ ഒരു ഏതാണോ ഇൻസിഡൻറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്യാച്ചി ആയിട്ടുള്ള ഹെഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഹെഡിങ് കൊടുത്തു. അതിന് തൊട്ട് താഴെയായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് എഴുതുക. അതായത് ആരാണോ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്, സ്റ്റാഫ് റിപ്പോർട്ടറാണ്. അതിന് താഴെയായിട്ട് ഡേ എഴുതുക, ഡേറ്റ് എഴുതുക. ആ എഴുതിയ രീതി ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പം ഞാൻ കൊടുത്തത് മൺഡേ, ഒരു കോമ ഇട്ടു, എന്നിട്ടോ 24 സെപ്റ്റംബർ 2024, ഡേറ്റ് ഉണ്ട്, മന്ത് ഉണ്ട്, ഇയർ ഉണ്ട്. ഈ ഒരു ഫോർമാറ്റിൽ കൊടുക്കുക. ഇപ്പം ട്യൂസ്ഡേ 20 ഏപ്രിൽ 2024. അങ്ങനെ ഓരോ നിങ്ങൾക്ക് ഈ ഒരു ഫോർമാറ്റിൽ അനുയോജ്യമായിട്ടുള്ള ഡേറ്റും ഡേ ഒക്കെ നിങ്ങൾ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ ഇൻസിഡൻറ്റ് എവിടെയാണോ നടക്കുന്നത് ആ നടക്കുന്ന സ്ഥലത്തിൻ്റെ പേര് എഴുതുക. ഇത് നടക്കുന്നത് ഈ ഒരു നമ്മുടെ സ്കോളർഷിപ്പ് ജാക്കറ്റ് സെറിമണി നടക്കുന്നത് ടെക്സസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ടെക്സസ് എന്ന് കൊടുത്തു, 2 ഡോട്ട് കൊടുക്കുക. എന്നിട്ട് അതേ ലൈനിൽ തന്നെ നിങ്ങളുടെ ആദ്യത്തെ പാരഗ്രാഫ് എഴുതി തുടങ്ങുക. ഓക്കെ ആണല്ലോ. അപ്പം ഇപ്പം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒരു ന്യൂസ് റിപ്പോർട്ട് എഴുതുമ്പോൾ പെൻസിൽ സ്കെയിൽ ഉപയോഗിച്ച് ഒരു ബോക്സ് വരക്കണം. ആ ബോക്സിൻ്റെ ഉള്ളിലായിട്ട് ഏറ്റവും മുകളിലായിട്ട് എന്ത് വരക്കണം,
എന്ത് എഴുതണം? ഹെഡിങ് എഴുതണം. ഹെഡിങ്ങിൽ അണ്ടർലൈനോ അല്ലെങ്കിൽ എക്സ്ട്രാ ഡെക്കറേഷൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. നോർമൽ ഹെഡിങ് എഴുതുക. അതിന് താഴെയായിട്ട് ഇടതുവശത്തായിട്ട് ഇമാജിൻ ചെയ്യണം കേട്ടോ, നിങ്ങൾ കൃത്യം ശ്രദ്ധിക്കണം. ഇടതുവശത്തായിട്ട് സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് എഴുതുക. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഡേ, കോമ, എന്നിട്ടോ ഇത് ഡേറ്റ്, മന്ത്, ഇയർ എഴുതുക. അതിന് താഴെയായിട്ട് ഏത് സ്ഥലത്താണോ ഇത് നടക്കുന്നത്, ആ ഒരു ഇൻസിഡന്റ് എവിടെയാണോ നടക്കുന്നത് അത് എഴുതുക. ടെക്സാസ്. എന്നിട്ട് 2 ഡോട്ട് ഇടുക. എന്നിട്ടോ ആ ലൈനിൽ തന്നെ ആദ്യത്തെ പാരഗ്രാഫ് എഴുതി തുടങ്ങുക. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ 2 പാരഗ്രാഫുകളായിട്ടാണ് ഉള്ളത്. നമ്മുടെ ന്യൂസ് റിപ്പോർട്ട് എപ്പോഴും എഴുതുമ്പം 2 പാരഗ്രാഫിൽ എഴുതുക. അതാണ് കുറച്ചും കൂടി സേഫ്. അപ്പം 2 പാരഗ്രാഫിൽ എഴുതുക. ആദ്യത്തെ പാരഗ്രാഫിൽ എന്താണ്, ആ ഒരു വാർത്തയെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് വളരെ ചുരുക്കിയിട്ട് കൊടുക്കുക. രണ്ടാമത്തെ പാരഗ്രാഫിൽ ആ വാർത്തയെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുക. മനസ്സിലാവാത്ത ആൾക്കായിട്ട് ഒരിക്കലും പറഞ്ഞു തരാം. അതായത് ആദ്യത്തെ പാരഗ്രാഫ് ഉണ്ടല്ലോ, ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇവിടെ നടക്കുന്നത് സ്കോളർഷിപ്പ് ജാക്കറ്റ് സെറിമണിയാണ്. ഇപ്പം ഞാൻ ഒരു വാർത്ത വായിക്കാൻ വേണ്ടി പോവാണ്. ന്യൂസ് പേപ്പറിലുള്ളൊരു വാർത്തയുണ്ട്, അതെനിക്ക് വായിക്കണം. എൻ്റെ കയ്യിൽ അത്ര സമയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്കത് പെട്ടെന്ന് ആ വാർത്തയിൽ, ആ ഒരു ന്യൂസിൽ എന്താണോ ഉള്ളത് അതെനിക്കറിയണം. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആദ്യത്തെ പാരഗ്രാഫ്. അതായത് ആ മൊത്തമായിട്ടുള്ള എഴുതിയ ആ ഒരു വാർത്ത, ആ ഒരു ന്യൂസ് നിങ്ങൾക്ക് എന്താണ്, ഈ ഒരു പാരഗ്രാഫ്, ഒറ്റ പാരഗ്രാഫ് വായിച്ചാൽ അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. മനസ്സിലായല്ലോ? അതാണ് ആദ്യത്തെ പാരഗ്രാഫ് എന്ന് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫാണ്. ഇപ്പം എൻ്റെ നാട്ടിലൊരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നടന്നു കഴിഞ്ഞു ഇന്നലെ. അതിനെ പറ്റിയിട്ടാണ് ഞാൻ ന്യൂസ് റിപ്പോർട്ട് എഴുതുന്നതെങ്കിൽ ആദ്യത്തെ പാരഗ്രാഫ് എന്തായിരിക്കും? ഇന്നലെ ഇത്ര മണിക്ക് ഇന്ന ഗ്രൗണ്ടിൽ വെച്ച് എന്ത് നടന്നു, ഈ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നടന്നു, ഇന്ന വ്യക്തികളാണ് പങ്കെടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വളരെ ചുരുക്കിയിട്ടുള്ളതായിരിക്കും ആദ്യത്തെ പാരഗ്രാഫ്. അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫ് വായിച്ചവർക്ക് എന്താണ് ഈ ന്യൂസിൽ പറയുന്നതെന്നുള്ള ഐഡിയ കിട്ടും. ഓക്കെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക. ദ ടെക്സസ് സ്കൂൾ ഹെൽഡ് എ ഗ്രാൻഡ് സെറിമണി യെസ്റ്റർഡേ ടു ഹോണർ ഔട്ട്സ്റ്റാൻഡിംഗ് academic achievement by presenting the esteemed scholarship jacket. The Texas school held a grand ceremony yesterday to honor outstanding academic achievement by presenting the esteemed scholarship jacket. The event took place in the school auditorium, adorned with vibrant decorations and attended by students, teachers, parents and community leaders. അതായത് ഒന്നുമില്ല, ഇന്നലെ എന്താണ് ടെക്സസ് സ്കൂളിൽ വെച്ചിട്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ള സ്കോളർഷിപ്പ് ജാക്കറ്റ് സെറിമണി കൈമാറുന്ന ചടങ്ങാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അതിലെന്താണ് അധ്യാപകരും അതേപോലെ തന്നെ കുട്ടികളും പാരൻസും ടീച്ചേഴ്സും സ്റ്റുഡൻസും എല്ലാവരും കമ്മ്യൂണിറ്റി ലീഡേഴ്സ് എല്ലാവരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പരിപാടി, ഈ ഒരു സെറിമണി നടന്നത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. ഈ ഒരു ആദ്യത്തെ പാരഗ്രാഫ് വായിച്ചാൾക്ക് ഐഡിയ കിട്ടി ഈ ന്യൂസിൽ എന്താ പറയുന്നതെന്നുള്ള കാര്യം. ഇനി രണ്ടാമത്തെ പാരഗ്രാഫിൽ എന്ത് വേണം? രണ്ടാമത്തെ പാരഗ്രാഫിൽ നിങ്ങൾ 3 കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. ഒന്ന് എന്ന് പറയുന്നത്, കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, ഒന്ന് എന്ന് പറയുന്നത് എങ്ങനെ, എവിടെ, എപ്പോൾ, ആരൊക്കെ, ഏത് സമയത്ത്, എവിടെ വെച്ച് എന്നൊക്കെയുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുക. അത് കഴിഞ്ഞിട്ടാകുമ്പം രണ്ടാമത്തെ പാരഗ്രാഫിൻ്റെ അവസാനമായിട്ട് കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം. ഇപ്പം ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞ ഫുട്ബോൾ ടൂർണമെൻറ്റ്, ഈ ഒരു രണ്ടാമത്തെ പാരഗ്രാഫിൻ്റെ അവസാനം ഞാൻ എങ്ങനെയായിരിക്കും പറയുക? ഇന്ന ടീമാണ് വിജയിച്ചത്, ഇതോട് കൂടിയിട്ട് ഇന്നലെ നടന്ന ടൂർണമെൻറ്റ് അവിടെ എന്താണ് അവസാനിച്ചു. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, അവസാനത്തെ ഫൈനൽ മാച്ചോട് കൂടിയിട്ട്, സമ്മാനദാന ചടങ്ങോട് കൂടിയിട്ട് ആ ഒരു ടൂർണമെൻറ്റ് അവിടെ വെച്ച് അവസാനിച്ചു എന്ന് പറയാം. ഓക്കെ ആണല്ലോ? അതായത് ഒരു കൺക്ലൂഷൻ. ഞാൻ ഇപ്പോൾ ഒരു ടൂർണമെൻറ്റിൻ്റെ ജസ്റ്റ് ഇപ്പം പെട്ടെന്ന് തോന്നിയപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക, രണ്ടാമത്തെ പാരഗ്രാഫിൽ കൺക്ലൂഷൻ അവസാനം ഉണ്ടായിരിക്കണം. അല്ല, ഒരു വാർത്തയാകുമ്പോൾ നമ്മളത് ആ ഒരു പരിപാടി എങ്ങനെയാണ് അവസാനിച്ചത് എന്നുകൂടി നമ്മൾ പറയണം. ഓക്കെ ആണല്ലോ? പിന്നെ മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞ ഈ ഒരു രണ്ടാമത്തെ പാരഗ്രാഫിൽ ഉണ്ടാവണം എന്നുള്ള കാര്യം മറ്റൊന്നുമല്ല, പരമാവധി ആ ഒരു പരിപാടിയിൽ ഉണ്ടായിട്ടുള്ള ആൾക്കാരുടെ കമൻറ്റ് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അതായത് അവർ പറഞ്ഞിട്ടുള്ള ഡയലോഗ്സ് ഉൾപ്പെടുത്തുക. ഒരു ഡയലോഗ് അങ്ങനെ മതി. അത് കാരണം ഈ ഒരു വാർത്ത വായിക്കുമ്പോൾ ഇന്ന വ്യക്തി, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ ആ ഒരു ടൂർണമെൻറ്റിൻ്റെ എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പം ആരെയാണ് ഒരു വിശിഷ്ട അതിഥിയെ ഞാൻ സ്വാഗതം ചെയ്തെന്ന് വെക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ, ഇന്ന വ്യക്തി പ്രേമേട്ടൻ, ഇപ്പം വളരെ പ്രസിദ്ധമായിട്ടുള്ള, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പ്രേമൻ എന്ന് പറഞ്ഞതേ ഉള്ളൂ, ആരെങ്കിലും ആവാം. ഓക്കെ, അപ്പം ആ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാൾ എന്ത് പറയാണ്, ഇങ്ങനെയുള്ള കലാസ്നേഹികളാണ് നമ്മുടെ നാട്ടിന് ആവശ്യം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫുട്ബോൾ ടൂർണമെൻറ്റുകളാണ് നമ്മുടെ നാടിന് ആവശ്യം എന്ന് ഇന്ന വ്യക്തി പരാമർശിച്ചു എന്ന് ഞാൻ ആ ഒരു റിപ്പോർട്ടിൽ കൂട്ടിച്ചേർക്കുന്നത് നല്ലതാണ്. കൂട്ടിച്ചേർക്കണം.
ഓക്കെ, ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. നിങ്ങൾ ഓർക്കുക എന്തൊക്കെ കാര്യങ്ങൾ വേണം. രണ്ടാമത്തെ പാരഗ്രാഫിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം. പിന്നെ വേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ആരെങ്കിലും പറഞ്ഞിട്ടുള്ള ഒരു കമൻറ്റ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്താണ്. ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കണം. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അല്ലെങ്കിൽ ന്യൂസ് റിപ്പോർട്ട് എഴുതുക. ചോദിച്ചാൽ ആദ്യം ചോദ്യം മനസ്സിലാക്കുക. എന്തിനെ പറ്റിയിട്ടാണ്, എന്ത് ഇൻസിഡൻ്റ് ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്നതെന്ന്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ക്യാച്ചി ആയിട്ടുള്ള ഒരു ഹെഡിങ് നമുക്ക് വേണം. ആ ഹെഡിങ് എവിടെ എഴുതണം? ഒരു പെൻസിലും സ്കെയിലും ഉപയോഗിച്ച് ഒരു ബോക്സ് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് മുകളിലായിട്ട് എന്ത് ചെയ്യുക, ആ ബോക്സിനുള്ളിൽ സെൻട്രലായിട്ട് ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഹെഡിങ് എഴുതി വെക്കുക. ഹെഡിങ്ങിന് അണ്ടർലൈനോ ഡെക്കറേഷൻസോ ഒന്നും ആവശ്യമില്ല. ഹെഡിങ് എഴുതി വെക്കുക. അതിൻ്റെ താഴെയായിട്ട് ഇടതുവശത്തായിട്ട് സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് എഴുതുക. ആരാണ് റിപ്പോർട്ട് ചെയ്തതെന്നുള്ള കാര്യം. അതിന് തൊട്ട് താഴെയായിട്ട് ഡേ എഴുതുക, കോമ, ഡേറ്റ്, മന്ത്, ഇയർ. അതിന് തൊട്ട് താഴെയായിട്ട്, ഇതൊക്കെ ഇടതുവശത്താണേ പറയുന്നത്, അതിന് തൊട്ട് താഴെയായിട്ട് ഏത് സ്ഥലത്താണോ ഈ കാര്യം നടക്കുന്നത് ആ സ്ഥലം എഴുതുക. 2 ഡോട്ട് ഇടുക. ആ ലൈനിൽ തന്നെ എന്ത് എഴുതി തുടങ്ങുക? ആദ്യത്തെ പാരഗ്രാഫ് എഴുതി തുടങ്ങുക. ആദ്യത്തെ പാരഗ്രാഫിൽ നിങ്ങളോട് ചോദ്യത്തിൽ തന്നിരിക്കുന്ന കാര്യം ഉണ്ടാവുമല്ലോ, എന്തിനെ പറ്റിയിട്ടാണോ ന്യൂസ് റിപ്പോർട്ട് എഴുതാൻ പറഞ്ഞത് അതിൻ്റെ തന്നെ ഒരു ഡീറ്റെയിൽസ് എന്താണ് വളരെ ചുരുക്കിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് ആദ്യത്തെ പാരഗ്രാഫ് വരുന്നത്. എന്നിട്ടോ രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് കിടക്കുക. രണ്ടാമത്തെ പാരഗ്രാഫിലാണ് നമ്മൾ ആ നടന്ന കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ, എവിടെ, എപ്പോൾ, ആര്, അല്ലെ, ഒരു ന്യൂസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണം ആ നടന്ന കാര്യത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് മനസ്സിലാവണം. ഒന്നും അറിയാത്ത ഒരാൾക്കാണ് നമ്മൾ ഈ ഒരു കാര്യം ഇൻസിഡൻറ്റ് ന്യൂസിലൂടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം എന്ത് വേണം, അതിലെല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തണം. ഇത് വായിച്ചു കഴിഞ്ഞാൽ ആ അന്ന് നടന്നിട്ടുള്ള കാര്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ രണ്ടാമത്തെ പാരഗ്രാഫിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുക. ആ രണ്ടാമത്തെ പാരഗ്രാഫിൻ്റെ അവസാനം കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം. പിന്നെ ഈ രണ്ടാമത്തെ പാരഗ്രാഫിൻ്റെ ഇടയിലായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുള്ള ഡയലോഗോ കമൻ്റൊക്കെ ഉൾപ്പെടുത്തുക. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ പാരഗ്രാഫ് നമുക്ക് നോക്കാം. ദ സെറിമണി ബിഗാൻ വിത്ത് എ വെൽക്കം സ്പീച്ച് ബൈ ദ പ്രിൻസിപ്പൽ. സെറിമണി തുടങ്ങിയത് പ്രിൻസിപ്പലിൻ്റെ സ്വാഗത പ്രസംഗത്തോടു കൂടിയാണ്. എല്ലാം പാസ്റ്റ് ടെൻസിലാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. Who praised the students for their hard work and determination. This year's scholarship jacket was awarded to Martha Salinas, a dedicated and hard-working student who achieved the highest grades in the school. നോക്കുക. അപ്പം പ്രിൻസിപ്പൽ എന്താണ്, സ്വാഗത പ്രസംഗമൊക്കെ നടത്തി പ്രിൻസിപ്പൽ കുട്ടികളുടെ കഠിന പരിശ്രമത്തെ പറ്റിയിട്ടൊക്കെ പരാമർശിച്ചു. എന്നിട്ട് ഈ വർഷത്തെ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടിയത് മാർത്ത സാലിനാസിനാണ്. വളരെയധികം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണത് എന്നൊക്കെ നമ്മൾ പറയാണ്. ദ പ്രിൻസിപ്പൽ ഹാൻഡഡ് ഓവർ ദി ജാക്കറ്റ്. പ്രിൻസിപ്പൽ എന്ത് ചെയ്തു, ജാക്കറ്റ് കൈമാറി. ആൻഡ് ദ ഓഡിയൻസ് ചിയേർഡ് ലൗഡ്ലി ആസ് മാർത്ത വാക്ക്ഡ് ഓൺ ടു ദ സ്റ്റേജ് ടു അക്സെപ്റ്റ് ഇറ്റ്. അപ്പം മാർത്ത ആ ഒരു സമ്മാനം, ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് വാങ്ങാൻ പോകുമ്പോൾ എല്ലാ ഓഡിയൻസും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഇൻ ഹെർ അക്സെപ്റ്റൻസ് സ്പീച്ച് ഷീ എക്സ്പ്രസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് ടു ഹെർ ടീച്ചേഴ്സ്, ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഫോർ ദെയർ കോൺസ്റ്റന്റ് സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ്. അപ്പം മാർത്തയുടെ ഈ ഒരു മാർത്ത സംസാരിക്കുമ്പോഴും മാർത്ത എന്താണ് അധ്യാപകരോടും സുഹൃത്തുക്കളോടും കുടുംബത്തിനോടും എല്ലാവരോടും തൻ്റെ നന്ദി അറിയിച്ചു. The event also included cultural performances by the students which added joy and excitement to the occasion. അപ്പം ഈ ഒരു പരിപാടിയിൽ എന്താണ്, മറ്റ് കുട്ടികൾ അവതരിപ്പിച്ചിരുന്ന മറ്റൊരുപാട് പരിപാടികൾ കൂടി ഉണ്ടായിരുന്നു. The atmosphere was filled with pride and inspiration for all attendees. ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എല്ലാവർക്കും എന്താണ്, അഭിമാനത്തിൻ്റെ ഒരു ഓളം തന്നെയായിരുന്നു ആ ഒരു പരിപാടിയിൽ ചുറ്റും നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നത്. The ceremony concluded with a vote of thanks by the vice principal. ഇതാണ് കൺക്ലൂഷൻ വരുന്നത്. കണ്ടോ, ഈ സെറിമണി അവസാനിച്ചത് നമ്മുടെ വൈസ് പ്രിൻസിപ്പളിൻ്റെ നന്ദി എന്താണ് പറയുന്നതോട് കൂടിയിട്ടാണ്. എന്നിട്ടോ ഫോളോഡ് ബൈ ദി നാഷണൽ അന്തം. എന്നിട്ടോ നാഷണൽ അന്തം കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു കമന്റ് വേണം, ആരെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണമെന്ന്. നോക്കുക, ഇവിടെ മിസ്റ്റർ സ്മിത്ത് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്മിത്ത് ആരാണ്? ഹിസ്റ്ററി ടീച്ചറാണ്. Mr. Smith, a senior teacher at the school, commented, "This jacket is not just a reward for academic excellence. It is a symbol of perseverance and integrity which every student should aspire to." അപ്പം സ്മിത്ത് പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ പറയാണ്. അതായത് ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്നത് വെറും ഒരു അവാർഡ് മാത്രമല്ല, ഇതെന്ന് പറയുന്ന മറ്റു കുട്ടികൾക്ക് കൂടി ഒരു പ്രചോദനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ കമൻറ്റ്
അവിടെ കൊടുക്കുകയാണ്. The scholarship jacket event left everyone inspired, especially the students who felt motivated to achieve similar recognition in the future. അപ്പം സ്കോളർഷിപ്പ് ജാക്കറ്റ് എല്ലാവരെയും എന്ത് ചെയ്തു, പ്രചോദിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഇനി അടുത്ത വർഷം ഇത് വാങ്ങണം, അല്ലെങ്കിൽ എനിക്കും ഇത് വാങ്ങണമെന്ന് ഓരോ കുട്ടികളിലും ചിന്ത ഉണ്ടാക്കി. The scholarship jacket ceremony continues to stand as a beacon of motivation for students to strive for excellence. അപ്പം ഈ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് സെറിമണി എന്താണ്, എല്ലാ കുട്ടികൾക്കും മോട്ടിവേഷൻ ഉണ്ടാക്കി, എല്ലാവർക്കും തൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒന്ന് നേടണമെന്നൊക്കെ ഇങ്ങനെ ആഗ്രഹം ഉളവാക്കി. ഓക്കെ, ഇത് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, അവസാനിപ്പിച്ചു. അപ്പോൾ ഒരു 6 മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ് വരിക. അത്രയും മനോഹരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ഇതിന് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമാണിത്. ഓക്കെ, ഇതിനെക്കാട്ടിലും മനോഹരമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ പാഠഭാഗത്തിൽ തന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഓരോ ചാപ്റ്റർ എടുത്ത് നോക്കുക, ഇതിൽ എന്തെങ്കിലും ഇൻസിഡൻസ് നടന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അതിനെ പറ്റിയിട്ട് ന്യൂസ് റിപ്പോർട്ട് ചോദിച്ചാൽ എനിക്ക് സ്വയം എഴുതാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്ന് ചിന്തിച്ച് നോക്കുക. അങ്ങനെ പറ്റുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് എഴുതുക. ഇനി നിങ്ങൾക്ക് അതങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങളൊന്നും പേടിക്കേണ്ട, വീണ്ടും ഒരിക്കൽ കൂടി ഈ ഒരു വീഡിയോ വന്ന് കാണുക. എന്നിട്ട് ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾ ഉണ്ടല്ലോ, അത് തന്നെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെ നിങ്ങളൊന്ന് എഴുതി നോക്കുക. കാണാതെ ഇതുപോലെ തന്നെ എഴുതണമെന്നില്ല, ഇതോട് സാമ്യം തോന്നാം, അല്ലെങ്കിൽ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവണം. എന്ത്, ഒരു ബോക്സ് വരയ്ക്കാൻ പെൻസിൽ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഹെഡിങ് ഉണ്ടായിരിക്കണം, സ്റ്റാഫ് റിപ്പോർട്ടർ എന്നുണ്ടായിരിക്കണം, ഡേ, ഡേറ്റ്, മന്ത്, ഇയർ, പിന്നെ എവിടെയാണ് നടക്കുന്നത്, ടെക്സാസ് സ്ഥലം. ഓക്കെ, എന്നിട്ട് 2 ഡോട്ട്, എന്നിട്ട് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് ഉണ്ടായിരിക്കണം, എന്നിട്ട് 2ാമത്തെ പാരഗ്രാഫ് ഉണ്ടായിരിക്കണം. ആ 2ാമത്തെ പാരഗ്രാഫിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കണം, അതിൽ തന്നെ കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം, അതിൽ തന്നെ ആരെങ്കിലും പറഞ്ഞിട്ടുള്ള കമൻറ്റ് ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പിന്നെ അത്യാവശ്യം നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഓക്കെ ആണല്ലോ? ഒന്നും അറിയാത്ത കുട്ടികൾ ഇതെങ്കിലും ചെയ്തു വെക്കണം. അപ്പം എല്ലാവരും ന്യൂസ് റിപ്പോർട്ട് എന്ന് പറയുന്ന ചോദ്യം വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. എന്നിട്ട് അത് ഭംഗിയായിട്ട് എഴുതുക. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമന്റിലൂടെ അറിയിക്കാം. ഈ വീഡിയോ കുറച്ച് ലെങ്ത് കൂടിയിട്ടുണ്ട്, മനസ്സിലാകുന്നുണ്ട്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സീ യു സൂൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.